അർദ്ധരാത്രി നടുറോഡിൽ കാറ് തടഞ്ഞ മന്ത്രിപുത്രന്റെ ഷോ. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ മകനും സിനിമാ താരവുമായ മാധവ് സുരേഷ് തിരുവനന്തപുരത്ത് റോഡിൽ ബഹളം വയ്ക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കോൺഗ്രസ് നേതാവ് വിനോദ് കൃഷ്ണയുമായുള്ള തർക്കത്തെ തുടർന്നായിരുന്നു ഈ സംഭവങ്ങൾ. ഇരു കൂട്ടർക്കും പരാതി ഇല്ലാത്തതിനാൽ പോലീസ് കേസ് എടുത്തിട്ടുമില്ല. വ്യാഴാഴ്ച രാത്രി 11 മണിയോടെ ശാസ്തമംഗലത്തായിരുന്നു സിനിമാ താരം കൂടിയായ മന്ത്രിപുത്രന്റെ സിനിമാ സ്റ്റൈൽ പ്രകടനം. വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് വാക്കേറ്റത്തിലും മന്ത്രിപുത്രന്റെ ആക്രോശത്തിനും വഴിവെച്ചത്. KPCC അംഗം വിനോദ് കൃഷ്ണയായിരുന്നു എതിർഭാഗത്ത്. ഞാൻ പറഞ്ഞു അയാൾ മദ്യപിച്ചിരിക്കുകയാണ്, സംശയമുണ്ട്, വണ്ടിയിൽ വലിയ ഉച്ചയും ബഹളമൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് പോലീസ് വന്നിട്ട് പോലീസിന് ഇതുപോലെ സംശയം തോന്നിയിട്ടാണ് പോലീസ് അയാളെ വണ്ടി കയറ്റുന്നത്. ആ അവസരത്തിൽ എന്നോട് പറഞ്ഞു പിറകിൽ വരാൻ പറഞ്ഞു. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അയാൾ വിളിച്ചു വരുത്തിയ അനുസരിച്ച് അയാളുടെ വീട്ടുകാരെല്ലാം അവിടെ വന്നു. ആ വീട്ടിലെ ബന്ധുക്കളല്ല, ഡ്രൈവേഴ്സ് മറ്റ് സ്റ്റാഫ് ആരൊക്കെയാണോ അവരൊക്കെ വന്നിട്ട് പരാതി ഇല്ലാതെ അത് ഒഴിവാക്കണം എന്നുള്ള രീതിയിലും അത് ഒരു അബദ്ധം പറ്റിപ്പോയതാണ് വെച്ചെടുത്തത്. അപ്പം അയാൾ തന്നെ എന്നോട് വിട്ടുകളെ എനിക്ക് ആ സമയത്ത് സംഭവിച്ചാണ് റോഡിലുണ്ടായ വർത്തമാനത്തിൽ സോറി പറഞ്ഞ് ആ രീതിയിലേക്ക് സംസാരിച്ചപ്പോൾ പരാതിയില്ല എന്ന് ഞാൻ പറഞ്ഞു. സ്ഥലത്തെത്തിയ പോലീസ് മാധവ് സുരേഷിനോട് ജീപ്പിൽ കയറാൻ പറഞ്ഞു. പിന്നെ പോലീസുമായായി തർക്കം. മാധവ് മദ്യപിച്ചിട്ടുണ്ടെന്ന സംശയത്തിലാണ് വിനോദ് പോലീസിനെ വിളിച്ചത്. സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിൽ മദ്യപിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞു. ഇരു കൂട്ടർക്കും പരാതിയില്ലാത്തതിനാൽ പോലീസ് കേസെടുത്തിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം.